സ്പാർക്കിന്റെ ഹർജി തള്ളി എന്നുള്ളതാണ് സർക്കാരിന്റെ ആശ്വാസം. സുപ്രീം കോടതി ഉത്തരവിന് ലംഘനമാണെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും സ്പാർക്ക് ഡാറ്റ ചോർച്ചയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുകയായിരുന്നു. ജീവനക്കാർക്ക് വന്ന സന്ദേശത്തിൽ എന്താണ് തെറ്റുള്ളതെന്നും എപ്പോഴാണ് മെസ്സേജ് അയക്കേണ്ടതെന്നുള്ള സർക്കാരല്ലേ തീരുമാനമെടുക്കേണ്ടതെന്നൊക്കെ ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കഴിഞ്ഞ ദിവസമൊക്കെ ഹർജിക്കാരോട് ചോദിക്കുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ ഈ ഹർജിക്കാരുടെ ഈ സന്ദേശങ്ങൾ ഉള്ളടക്കത്തിലല്ല പ്രശ്നം. ഹർജിക്കാരുടെ സ്വകാര്യ ഫോൺ നമ്പറുകളിലേക്ക് പേരുൾപ്പെടെയുള്ള മെസ്സേജുകൾ വന്നത് കൃത്യമായ സ്വകാര്യതാ ലംഘനമാണെന്നും ഡേറ്റാ മൈനിങ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ സുപ്രീം കോടതി ഉത്തരവിന് ലംഘനമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. പക്ഷേ ഹർജിക്കാരുടെ വാദം കോടതി മുഖവിലക്കെടുക്കുന്നില്ല. സർക്കാരിന് ആശ്വാസം. ആ ഹർജി തള്ളിയിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേരള സ്റ്റേറ്റ് IT മിഷൻ മുഖേനയാണ് ഈ പറയുന്ന മെസ്സേജുകൾ അയച്ചത് സന്ദേശങ്ങൾ അയച്ചതെന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. IT മിഷൻ അത്തരത്തിൽ സന്ദേശങ്ങൾ ഒരേ സമയം അയക്കാൻ കഴിയില്ല എന്നൊക്കെ ഹർജിക്കാർ വാദിച്ചെങ്കിലും ആ വാദങ്ങൾ കോടതി മുഖവിലക്കെടുത്തില്ല. സർക്കാരിന്റെ ആശ്വാസം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, വളരെ വിശദമായി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം നടന്നതാണ്. എന്തായാലും ഈ പറയുന്ന സ്പാർക്ക് വിഷയത്തിൽ അല്ലെങ്കിൽ ഡേറ്റാ മൈനിങ് അല്ലെങ്കിൽ ഡേറ്റ ചോർച്ച തുടങ്ങിയ ആരോപണങ്ങൾ വരുന്ന വിഷയത്തിൽ സർക്കാരിന്റെ ആശ്വാസം കൃത്യമായും പറയാം. വിഷ്ണു, സർക്കാരിന് വലിയ ആശ്വാസമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. സ്പാർക്കിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം അടക്കം നൽകണം എന്നുള്ളതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. 2 ഹർജികളാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹർജി പരിഗണിക്കുന്നപ്പോൾ തന്നെ കോടതി നിർദ്ദേശിച്ചത് ഇനി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കരുത്, ഈ ഹർജി തീർപ്പാക്കുന്നതുവരെ എന്നാണ്. അത് സംസ്ഥാന സർക്കാർ ഒരു തിരിച്ചടിയായി മാറുമോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തി സംസ്ഥാന സർക്കാരിന്റെ വാദം ഭാഗങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. ഒരു തരത്തിലുള്ള ഡാറ്റാ ചോർച്ചയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ പ്രത്യേകമായി ആരുടെയും വ്യക്തിവിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. ഇത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA അനുവദിച്ചുള്ള അവരുടെ ആനുകൂല്യങ്ങൾ അനുവദിച്ചുള്ള ഒരു മെസ്സേജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അദ്ദേഹം ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ, ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ. അവർക്കുള്ള ഒരു റിഗാർഡ്സ് എന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചത്. അതിനപ്പുറത്തേക്ക് ഇതിൽ ഡാറ്റാ ചോർച്ചയില്ല, പേഴ്സണൽ ഇൻട്രൂഷൻ ഇല്ല, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റങ്ങളൊന്നും തന്നെ ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചത്. ഒപ്പം തന്നെ ഈ മെസ്സേജിന്റെ ഒരു മെറിറ്റും പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു തരത്തിലുള്ള ഇല്ലെജിറ്റിമേറ്റ് മെസ്സേജും അല്ല അയച്ചുകൊണ്ടിരുന്നത്, ഇല്ലീഗൽ മെസ്സേജ് അല്ല അയച്ചത്. ഒരു ഭരണനിർവഹണത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ അവർ ധരിപ്പിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത്. അത് IT മിഷൻ വഴിയാണ് ആ മെസ്സേജ് അയച്ചത്. അതിൽ ഈ പ്ലാറ്റ്ഫോം, അതായത് മെറ്റയുടെ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുന്ന ഘട്ടത്തിൽ അത് ഈ ഉറവിടം വ്യക്തമായിരുന്നില്ല. അത് സൈബർ ഫ്രോഡിങ്ങിന് ഇടയാക്കാനുള്ള സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കുറച്ചുകൂടി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മെറ്റയുടെ ബിസിനസ് സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മെസ്സേജ് അയച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ചത്. കോടതി അതിൽ കൺവിൻസ്ഡ് ആയി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് DA സന്ദേശം അയച്ചതിൽ നിയമവിരുദ്ധതയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. സന്ദേശം അയച്ചത് ഭരണത്തിന്റെ ഭാഗമായി കണക്കാക്കാനാകൂ എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റൊരു അനുമതി കൂടി സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനം സംഭാവന ചെയ്ത ആളുകൾക്ക് വീണ്ടും സന്ദേശം അയക്കണം, നന്ദി സന്ദേശം അയക്കണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു കോടതിയെ. ഒരുപക്ഷെ നിലവിൽ അല്പസമയത്തിനകം തന്നെ അതിന്റെ കൂടി വിവരങ്ങൾ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. സ്വാഭാവികമായും അതിനും മറ്റ് തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ല. സ്പാർക്കിൽ വിവരങ്ങൾ ചോർന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് 2 ഹർജികൾ, ഒരു യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ ഒരു സെക്രട്ടേറിയറ്റ് ജീവനക്കാരനുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം കക്ഷി ചേർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അതിൽ മെറിറ്റില്ല, ആ ഹർജിയിൽ മെറിറ്റില്ല എന്നും മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ നിയമവിരുദ്ധത ഇല്ല എന്നും ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ആശ്വാസമാണ്. കാരണം ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആളുകളുടെ ഡാറ്റ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ജീവനക്കാരുടെ ഡാറ്റ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവരുടെ ഡാറ്റ ചോർത്തി, അവരുടെ പേരും നമ്പറും ഒക്കെ ചോർത്തി അനധികൃതമായി ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഷ്ട്രീയമായി ഉയർന്നു വന്നത്. പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ഒരു മറുപടിയായിരിക്കുന്നു. ഹൈക്കോടതി അത്തരത്തിലല്ല ആ സന്ദേശത്തെ കാണുന്നത്. അത് നിയമവിരുദ്ധമല്ല എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിരീക്ഷണം. ഹാഷ്മി, ഹർജിക്കാരുടെ പ്രധാന പറയാൻ അതിൽ ഈ ഔദ്യോഗിക വിവരങ്ങൾ പൊളിറ്റിക്കൽ ലാഭത്തിനായി, രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നല്ലോ. മാത്രമല്ല, അപ്പോൾ അതിന് സർക്കാർ പറഞ്ഞ മറുപടി ഇത് കേരള സ്റ്റേറ്റ് IT മിഷൻ മുഖേനയാണ് ഈ പറയുന്ന രീതിയിൽ ജീവനക്കാർക്കുള്ള കുറച്ച് വിവരങ്ങൾ നൽകുക മാത്രമാണ് സന്ദേശത്തിലുണ്ടായിരുന്നത്. ഹർജിക്കാർ വാദിച്ചു ഇത് ജീവനക്കാരുടെ പേരടക്കം എടുത്തു വെക്കുന്നത് കൃത്യമായി സ്വകാര്യത ലംഘിക്കലാണ് എന്നൊക്കെയായിരുന്നു ഹർജിക്കാരുടെ വാദം.
എന്തായാലും ഇത് സർക്കാരിന് അത്തരത്തിൽ സർക്കാരിന്റെ സേവന പ്രവർത്തനങ്ങൾ അത് ജീവനക്കാരിലേക്ക് എത്തിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഡേറ്റ ബ്രീച്ചിങ് ഇല്ല എന്ന് തന്നെ കോടതി പറയുകയാണ്, അല്ലേ വിഷ്ണു? അങ്ങനെയാണ്. ഇത് ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ്. കേവലം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഒരിടത്തും ഇതിൽ കാണാനാകില്ല. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡാറ്റ ചോർത്തി എന്നുള്ളതായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട പ്രയറുകൾ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അത്തരത്തിലൊരു ഡാറ്റാബേസ് ഇല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ, ആരുടെയും പേരുവിവരങ്ങൾ എത്തിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഹർജിയിൽ മെറിറ്റില്ല എന്ന് ചൂണ്ടിക്കാണിച്ച ഈ ഹർജി തള്ളാൻ ഇടയായിട്ടുള്ളത്. അത് സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസം. ഹർജിക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട രണ്ട് വാദങ്ങൾ, ഒന്ന് ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. തങ്ങളുടെ വ്യക്തി വിവരങ്ങൾ, സ്പാർക്കിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ അത് ചോർത്തിയെടുത്ത് അതിൽ സന്ദേശം അയച്ചു. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സന്ദേശം അയച്ചത്. പ്രത്യേകിച്ച് 2021 മുതൽ ഇപ്പോൾ വരെ തുടരുന്ന ഒരു സർക്കാരാണ്. ഈ സർക്കാർ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിട്ടില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം അയക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ ചോർത്തിയെടുത്തത് രാഷ്ട്രീയ പ്രേരിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂട്ടുനിന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നഷ്ടപരിഹാരം അടക്കം ഈടാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചത്. പക്ഷേ സർക്കാർ ആകട്ടെ വളരെ ക്ലിയറായി തന്നെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഇത് IT മിഷൻ വഴിയാണ് ഇത്തരത്തിൽ ഈ ആളുകളുടെ പേരുകൾ സന്ദേശം അയച്ചത്. അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, സംസ്ഥാന സർക്കാരിന്റെ തന്നെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനൊരു കൃത്യമായ രജിസ്ട്രി ഉണ്ട്. ആ രജിസ്ട്രിയുടെ ചെയർമാൻ, അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ സന്ദേശം അയക്കുന്നതിൽ, മുഖ്യമന്ത്രിയുടെ പേരിൽ ഇത്തരത്തിൽ സന്ദേശം അയക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അതോടൊപ്പം തന്നെ IT മിഷന്റെ ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി എന്താണ് നടന്നത് എന്നുള്ള കാര്യം ഹൈക്കോടതിയെ ധരിപ്പിച്ചു. അതിലാണ് വളരെ കൃത്യമായി തന്നെ മനസ്സിലായത് ഒരു തരത്തിലുള്ള ഡാറ്റ ചോർച്ചയും ഇതിൽ നടന്നിട്ടില്ല. ഒപ്പം ഇതിൽ അയച്ചിട്ടുള്ള മെസ്സേജ് അതൊരു ഇല്ലീഗൽ മെസ്സേജ് അല്ല. സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചിട്ടുള്ള DAയും അതോടൊപ്പം തന്നെ അവരുടെ ഹൗസിംഗ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ലോണും അഡ്വാൻസ് തുകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഒരു ഭരണത്തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് അയച്ചിട്ടുള്ള സന്ദേശമാണ്. റിഗാർഡ്സ് എന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അഫിഡവിൽ വ്യക്തമാക്കിയിരുന്നത്. ആ കാര്യം ഇപ്പോൾ കോടതി അംഗീകരിക്കുകയാണ്, കോടതി അത് സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജിയിൽ മെറിറ്റില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ഇപ്പോൾ ഈ രണ്ട് ഹർജികളും തള്ളിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസമാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഒരു PR വർക്കിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഇത്തരത്തിൽ സന്ദേശം അയച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണമായി പ്രതിപക്ഷമടക്കം ഉയർത്തിയതും. പിന്നീട് ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ ഹർജിക്കാരും സമാനമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ ആരോപണമാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിൽ സന്ദേശങ്ങൾ പോകുന്നതിൽ സർക്കാരിനും പാർട്ടിക്കും ഒക്കെ രാഷ്ട്രീയ താല്പര്യം ഇല്ല എന്ന് പൂർണ്ണമായി പറയാനും കഴിയില്ല. പക്ഷെ അത് കോടതിയിൽ സർക്കാരിന്റെ ഒഫീഷ്യൽ വിവരങ്ങൾ പറഞ്ഞു വെക്കുന്ന അയക്കുന്ന ഒരു സന്ദേശം അത് രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് തെളിയിക്കണമല്ലോ, രേഖാമൂലം തെളിയിക്കണമല്ലോ. ആ തെളിയിക്കാൻ കഴിയാത്തതും മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതും ഈ കേസിൽ നിർണായകമായില്ലേ വിഷ്ണു? അശ്മി, തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഫിഡവിറ്റിൽ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയ അഫിഡവിറ്റിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു പേഴ്സണൽ ഡാറ്റാബേസ് ഇല്ല, മറിച്ച് ഇത് IT മിഷൻ വഴിയാണ്, KSGIT അതുവഴിയാണ് ഇത്തരത്തിലൊരു മെസ്സേജ് എല്ലാവർക്കും പ്രൊപ്പഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി അയച്ചു കൊടുക്കുന്നത്. അത് ഇത്തവണ അത് മെറ്റ ഉപയോഗിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിച്ചത് സുരക്ഷാ പ്രശ്നങ്ങളാണ്. നേരത്തെ ഇത്തരത്തിൽ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ അയച്ചിരുന്നു, പക്ഷേ അതിന് ഈ ഉറവിടം വ്യക്തമല്ലായിരുന്നു. ഉറവിടം വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ സൈബർ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് മെറ്റയുടെ ബിസിനസ് പ്ലാറ്റ്ഫോം തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യമായത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ പേരുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് വളരെ ക്ലിയറായി തന്നെ പറ്റിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്. ഒപ്പം തന്നെ ഈ മെസ്സേജിന്റെ ഒരു ഇല്ലീഗലാലിറ്റി ചോദ്യം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതിൽ മറ്റ് നിയമവിരുദ്ധമായ ഒന്നും തന്നെയില്ല. തന്റെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ അത് അവരെ അറിയിക്കുക എന്നുള്ളത് ഒരു ഭരണത്തലവന്റെ ഉത്തരവാദിത്തമാണ്. അത് താൻ കൃത്യമായി ചെയ്തു, അത് നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. അത് ഭരണത്തിന്റെ ഭാഗമാണ് എന്ന് കൃത്യമായി തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയിച്ചു. അത് ഹൈക്കോടതി കൺവിൻസ്ഡ് ആയി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനൊക്കെ ആശ്വാസമാകുന്ന ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഈ രണ്ട് ഹർജികൾ അബ്ദുൾ റഷീദ് അടക്കമുള്ള
റഷീദ് അഹമ്മദ് അടക്കമുള്ള 2 പേരുടെ ഹർജികളാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. ഈ മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട 2 ഹർജികൾ ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മുഖ്യമന്ത്രിയെ കേവലം രാഷ്ട്രീയ പാർട്ടിയുടെ തലവനായി മാത്രം കണക്കാക്കാനാകില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ധരിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റിന്റെ ഹെഡാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു മെസ്സേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന, സംസ്ഥാനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് അയക്കുന്നതിൽ എന്താണ് തെറ്റ്? പ്രത്യേകിച്ച് IT വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ IT വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രികൾ, സ്പാർക്കുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രി ഒക്കെ സൂക്ഷിക്കുന്നതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത്, ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ സാങ്കേതികമായി എല്ലാ തരത്തിലും ഇതിൽ ഒരു ചോർച്ചയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡാറ്റ ചോർത്തിയെന്ന് പറയാനാകില്ല എന്ന് ഡാറ്റ ചോർച്ചയിൽ സർക്കാരിനെതിരെ ഹർജി ഹൈക്കോടതി തള്ളുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദേശം അയച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധതയില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത്. സ്പാർക്കിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഓഫീസിന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. സർക്കാരിന് ഉറപ്പായും ആശ്വാസം എന്ന് തന്നെ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.